അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ഇന്നക ഹമീദും മജീദ്. ഊസൈക്കും ബിത്തഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وخاجا. البصيرة ഖുർആൻ പഠന വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആൻ 78-ാം അധ്യായം സൂറത്തുൻ നബഅ്, അതിലെ 10 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയത്. തുടർന്നുള്ള 11, 12, 13 എന്നീ ഹ്രസ്വമായ 3 ആയത്തുകളാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. പതിവ് പോലെ ആദ്യമായി അതിലെ പദങ്ങളും പ്രസ്തുത ആയത്തുകളുടെ പാരായണവും പഠിതാക്കൾ ശ്രദ്ധിക്കുക. വജഅൽനാ അന്നഹാറ ചേർത്ത് വായിക്കുമ്പോൾ വജഅൽനൻ നഹാറ, നമുക്കറിയാം ഹംസത്തുൽ വസ്ലിൻ്റെ തൊട്ട് മുമ്പ് ദീർഘം വന്നാൽ ദീർഘം ഒഴിവാക്കിയാണ് വായിക്കേണ്ടത്. വജഅൽനൻ നഹാറ, ശബ്ദമുള്ള നൂന് നന്നായിട്ട് മണിച്ചാണ് മൊഴിയേണ്ടത്. മാഷ, ഫതഹ് തൻവീനിൽ വഖഫ് വരുമ്പോൾ തൻവീൻ ഒഴിവാക്കി നീട്ടിയാണ് നിർത്തേണ്ടത്. അത്രയും കാര്യങ്ങൾ ആയത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. വജഅൽനൻ നഹാറ മആശ വബനൈനാ ഫൗഖക്കും, ഖാഫ് നന്നായിട്ട് ഉച്ചരിക്കണം. വബനൈനാ ഫൗഖക്കും സബ്അൻ ശിദാദാ ഐനിൻ്റെ ഫതഹ് തൻവീൻ ഇഖ്ഫാഇൻ്റെ സ്ഥാനത്താണ്, മറച്ച് മണിച്ചാണ് മൊഴിയേണ്ടത്. അവിടെയും വഖഫ് വരുന്നത് ഫതഹ് തൻവീനിലാണ്, തൻവീൻ ഒഴിവാക്കി നീട്ടിയാണ് നിർത്തേണ്ടത്. വബനൈനാ ഫൗഖക്കും സബ്അൻ ശിദാദാ وبنينا فوقكم سبعا شدادا وجعلنا سراجا وخاجا وجعلنا سراجا وخاجا سراجا وخاجا. ജീമിൻ്റെ ഫതഹ് തൻവീൻ ഇദ്ഗാമും ബിഗുന്ന, വാവിലേക്ക് മണിച്ച് ലയിപ്പിച്ചാണ് മൊഴിയേണ്ടത്. وجعلنا سراجا وخاجا سراجا وخاجا. വഖഫ് വരുന്നത് ഫതഹ് തൻവീനിൽ തന്നെയാണ്, തൻവീൻ ഒഴിവാക്കി നീട്ടിയാണ് നിർത്തേണ്ടത്. ആ 3 ആയത്തുകളുടെ പാരായണം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. وبنينا فوقكم وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وخاجا. പരലോക നിഷേധികളായ മക്കയിലുണ്ടായിരുന്ന ബഹുദൈവവിശ്വാസികളായ ആൾക്കാർ, അവരോട് പരലോകം യാഥാർത്ഥ്യമാണ്, അവർക്ക് പരലോകം യാഥാർത്ഥ്യമാണ് എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തുവാൻ അവരുടെ ഭൗതിക ജീവിതത്തിൽ തന്നെയുള്ള ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന രംഗമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലും തുടർന്ന് ഈ വചനങ്ങളിലുമെല്ലാം അള്ളാഹു നമ്മെ തെര്യപ്പെടുത്തുന്നത്. ഇവിടെ അള്ളാഹു പറയുന്നത് 11-ാമത്തെ ആയത്ത്, വജഅൽനാ നഹാറ മആശ വജഅൽനാ, നാം ആക്കുകയും ചെയ്തിരിക്കുന്നു, അന്നഹാറ പകലിനെ, മആശൻ ജീവന വേളയാക്കി, അതായത് ജീവിതായോധനത്തിനുള്ള വേളയാക്കി പകലിനെ നാം സംവിധാനിക്കുകയും ചെയ്തിരിക്കുന്നു. وجعلنا النهار معاشا, പകലിനെ നാം ഉപജീവന വേളയാക്കുകയും ചെയ്തിരിക്കുന്നു. ആൻഡ് വി മെയ്ഡ് ദ ഡേ ഫോർ ലൈവ്ലിഹുഡ്,
and we made the day for livelihood. وَبَنَيْنَا فَوْقَكُمْ سَبْعًا شِدَادًا وَبَنَيْنَ നാം നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു ഫൗക്കക്കും നിങ്ങളുടെ മുകളിൽ സബ്അൻ ശിദാദ ശക്തിയായ മേൽപ്പുരകളെ, ശക്തിയായ 7 മേൽപ്പുരകളെ, ആകാശമാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ മുകളിൽ നാം ശക്തമായ 7 ആകാശങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു. ഒബനൈന നാം നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു ഫൗക്കക്കും നിങ്ങളുടെ മുകളിൽ സബ്അൻ ശിദാദ ബലിഷ്ഠമായ 7 ആകാശങ്ങൾ. ആൻഡ് വി ബിൽറ്റ് എബൌട്ട് യു 7 strong heavens. And we built above you 7 strong heavens. وَجَعَلْنَا سِرَاجًا وَخَّاجًا وَجَعَلْنَا നാം ആക്കി തീർക്കുകയും ചെയ്തിരിക്കുന്നു സിറാജം വഖാജ കത്തിജ്വലിക്കുന്ന ഒരു വിളക്ക്. സൂര്യനെയാണ് ഉദ്ദേശിക്കുന്നത്. കത്തിജ്വലിക്കുന്ന ഒരു വിളക്ക് നാം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. ഇതെല്ലാം ഭൗതിക ലോകത്ത് മനുഷ്യൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായ ഘടകങ്ങളാണ്. ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയ ലോകരക്ഷിതാവായ അള്ളാഹുവിന് ഒരു പരലോകം ഒരുക്കുന്നതിനോ അവിടെ സംവിധാനങ്ങൾ ഏർപ്പാടാക്കുന്നതിനോ ഒരു പ്രയാസവുമില്ല എന്നുള്ള കാര്യം നിഷേധികളായ ആൾക്കാരെ തെറ്റിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം അള്ളാഹു ആവർത്തിച്ച് മനുഷ്യനെ ഉണർത്തുന്നത്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. പകലിനെ നാം ഉപജീവന വേളയാക്കുകയും ചെയ്തു. और दिन को हमने रोजी कामने के लिए बनाया. वबनैना फौककुम सबअन शिदादा നിങ്ങളുടെ മുകളിൽ നാം ശക്തമായ 7 ആകാശങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. और तुम्हारे ऊपर 7 मजबूत आसमान बनाए. वजअलना सिराजा वखाजा കത്തിജ്വലിക്കുന്ന ഒരു വിളക്ക് നാം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. और हमने एक तेज चमकने वाला चिराग और सूरज बनाया. ഇത്രയുമാണ് ഇന്നത്തെ പാഠഭാഗങ്ങൾ ആവർത്തിച്ച് കേൾക്കുക, നന്നായി പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.